ലബനാനും ഗസക്കുമേൽ മരണമഴ പെയ്യിച്ച് ആർമാദിക്കുന്ന ഇസ്രായേലിന് തലങ്ങും വിലങ്ങും തിരിച്ചടി ലഭിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആളപായമില്ലെന്ന ഇസ്രായേൽ വീമ്പ് പറയുന്നുണ്ടെങ്കിലും അവരുടെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ നോക്കിയാണ് അടികളെന്നതാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹിസ്ബുള്ളക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ ഇറാഖി സായുധ സംഘം അപ്പോൾ തന്നെ തങ്ങളുടെ വരവ് അറിയിച്ചിരുന്നു. ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഐലാത്തിൽ പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടൽ വഴിയാണ് ആക്രമണമുണ്ടായത്. നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം. അൽ അർക്കാബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഇർനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖി സായുധ സംഘമായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. തെക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെയാണ് യമനിൽ നിന്നും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായത്. രാജ്യത്തിന്റെ പുറത്തുവച്ച് തന്നെ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തലസ്ഥാനമായ തെൽ അവീവിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ യമനിൽ നിന്നുള്ള ഹൂതികളാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം വക്താവ് നടത്തുമെന്നാണ് ഹൂതികൾ അറിയിച്ചിരിക്കുന്നത്. മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ മറുപടിയായാണ് ഹൂതികളുടെ ആക്രമണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.